നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മൂന്നാമനാകുമോ എന്ന് പേടി. പത്മജ പോയതിന് മുരളിയോട് പ്രതികാരം തീർത്തതായി ആക്ഷേപം. തോൽക്കാൻ സാധ്യതയുള്ള തൃശൂർ സീറ്റ് നൽകി കെ മുരളീധരനെ ഒതുക്കി കോൺഗ്രസ് നേതാക്കൾ. ഞാനൊരു കഴിവില്ലാത്ത ആളാണെന്ന് സമ്മതിക്കുന്നു. അപ്പോൾ പിന്നെ കുഴപ്പമില്ല അല്ലേ? ഫേസ്ബുക്കിൽ കുറിപ്പുമായി പത്മജ വേണുഗോപാൽ. പത്മജ BJP-യിൽ പോയതിന് കെ മുരളീധരൻ ഉത്തരം പറയേണ്ടി വരും. മുന്നേറുന്ന സുരേഷ് ഗോപിയെ പേടിച്ചാണ് പ്രതാപൻ സന്തോഷത്തോടെ സീറ്റ് ഒഴിഞ്ഞത്. അല്ലെങ്കിൽ കാണാമായിരുന്നു കരച്ചിൽ. അതിനിടെ പത്മജ കോൺഗ്രസ് വിട്ടതിന്റെ പ്രതികാരമായി സഹോദരൻ കെ മുരളീധരനെ വടകരയിൽ നിന്ന് പൊടുന്നനെ തൃശൂരിലെ സ്ഥാനാർത്ഥിയാക്കിയതെന്ന ആക്ഷേപമുണ്ട്. സുരേഷ് ഗോപി ജയിച്ച് മുരളീധരൻ 3ാം സ്ഥാനത്തേക്ക് പോയാൽ മുരളിയുടെ ഭാവി ഇരുട്ടാകും. പിന്നാലെ കൂട്ടടിയാകും. UDF-ന്റെ പരാജയം മൊത്തം മുരളിയുടെ തലയിലാകും. പത്മജ BJP-യിൽ പോയതിന് കെ മുരളീധരനോട് പ്രതികാരം തീർത്തത് അഡ്വക്കേറ്റ് ജയശങ്കർ പറഞ്ഞു. വടകരയിൽ P. ജയരാജനെ തോൽപ്പിച്ച മുരളിയെ അവിടെ നിന്ന് മാറ്റേണ്ട യാതൊരു സാഹചര്യവുമില്ല. TN പ്രതാപൻ തൃശൂരിലെ പ്രചാരണം നല്ല രീതിയിൽ ആരംഭിച്ചു കഴിഞ്ഞു. പോസ്റ്റർ അടിച്ചു, മതിലെഴുതി. ഇത്രയുമായിട്ടും പുതിയ സ്ഥാനാർത്ഥിയെ കൊണ്ടുവരുന്നത് ഉചിതമല്ല. അല്ലെങ്കിൽ മാറ്റം വരാമെന്ന് പ്രതാപനോട് നേരത്തെ പറയണമായിരുന്നു. ഇപ്പോൾ മുരളിയെ കൊണ്ടുവരുന്നതിൽ അനൗചിത്യമുണ്ട്. പഴയ തൃശൂരല്ല ഇപ്പോഴത്തേത്. ഇവിടെ മുരളിയെ കൊലയ്ക്ക് കൊടുക്കാൻ കൊണ്ടുവന്നതാണ്. പത്മജ BJP-യിലേക്ക് പോയതിന്റെ പ്രതികാരം തീർക്കാനാണിതെന്ന് ഒറ്റവാക്കിൽ പറയാമെന്നും ജയശങ്കർ പറഞ്ഞു. കോൺഗ്രസിൽ നിന്ന് BJP-യിലെത്തിയ പത്മജ വേണുഗോപാലിനെതിരെ കഴിഞ്ഞ ദിവസങ്ങളിൽ ചാനലുകളിൽ മാത്രമല്ല സമൂഹ മാധ്യമങ്ങളിലൂടെ വിമർശനം ഏറ്റുവാങ്ങുകയാണ്. അതിന് പ്രതികരണവുമായാണ് പത്മജ ഫേസ്ബുക്ക് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെ: നമസ്കാരം, ഞാൻ 2 ദിവസമായി നല്ലവണ്ണം ചീത്ത കേൾക്കുന്നുണ്ട്. എനിക്ക് ഒരു വിഷമവും തോന്നാറില്ല. കാരണം കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് ഞാൻ അനുഭവിച്ച നാണക്കേടും അപമാനത്തോളം ഇത് വരില്ല. ഞാൻ പാർട്ടിയിൽ നിന്ന് പോയാൽ ഒന്നും സംഭവിക്കില്ല എന്ന് ദിവസവും പറഞ്ഞുകൊണ്ടിരിക്കേണ്ട. അത് കേൾക്കുമ്പോൾ ജനങ്ങൾ വിചാരിക്കും അപ്പോൾ വല്ല കാര്യമുണ്ടോ എന്ന്. ഞാനൊരു കഴിവുമില്ലാത്ത ആളാണ് എന്ന് സമ്മതിക്കുന്നു. അപ്പോൾ പിന്നെ കുഴപ്പമില്ലല്ലോ അല്ലേ എന്ന് പറഞ്ഞാണ് ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം വളരെ വ്യക്തമായി തന്നെ ഞാൻ എന്തുകൊണ്ട് BJP-യിൽ ചേർന്നു എന്ന് വ്യക്തമാക്കിയിരുന്നു. എന്തുകൊണ്ട് BJP എന്ന് പലരും ചോദിച്ചു. ഏത് പാർട്ടിക്കും ശക്തനായ നേതാവ് വേണം. കോൺഗ്രസ് പാർട്ടിക്ക് അതില്ലെന്നും പത്മജ വേണുഗോപാൽ പറഞ്ഞു. ഒരു മാസം മുൻപ് ACC ആസ്ഥാനത്ത് ചെന്നപ്പോൾ ആരെയാണ് കാണേണ്ടതെന്ന് ആലോചിച്ചു. സോണിയാഗാന്ധി ആരെയും കാണുന്നില്ല. രാഹുൽ ഗാന്ധിക്ക് സമയമില്ല. അന്ന് എനിക്ക് തോന്നി ഇതിൽ നിന്നിട്ട് കാര്യമില്ല. ദിവസവും അപമാനിക്കപ്പെടുകയാണെന്നും BJP സംസ്ഥാന ആസ്ഥാനമായ മാരാർജി ഭവനിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ പത്മജ പറഞ്ഞു. കോൺഗ്രസ് വിടുന്നത് കുറച്ച് ദിവസങ്ങളായി എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ആരോടും പറഞ്ഞില്ല ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുമെന്ന്. ആരും കരുതിയില്ല. 3 കൊല്ലം മുൻപ് രാജിവെക്കാമെന്ന് തീരുമാനിച്ചു. അപ്പോൾ അച്ഛൻ്റെ പേരിൽ സ്മാരകം പണിതു തരാമെന്ന് പറഞ്ഞു. വീണ്ടും ഉറച്ചു നിന്നു. പക്ഷെ അവർ സ്മാരകത്തിന് ഒരു കല്ല് പോലും വെക്കില്ലെന്ന് മനസ്സിലായി. KPCC പ്രസിഡന്റിന് മുന്നിൽ നിന്ന് പൊട്ടിക്കരഞ്ഞിട്ടുണ്ട്. അച്ഛനെ അപമാനിക്കുന്നിടത്ത് നിൽക്കാനാകില്ലെന്ന് തീരുമാനിച്ചു. കഴിഞ്ഞ 3 കൊല്ലമായി പാർട്ടിയുമായി അകന്നു നിൽക്കുകയായിരുന്നു. 2 പ്രാവശ്യം തെരഞ്ഞെടുപ്പിൽ എന്നെ തോൽപ്പിച്ചത് ആരാണെന്ന് വ്യക്തമായി അറിയാം. KPCC-യിൽ പരാതി നൽകിയെങ്കിലും അവർ അത് അവഗണിച്ചു. ചവറ്റുകുട്ടയിൽ ഇട്ടു എന്നാണ് അറിയാൻ കഴിഞ്ഞത്.